ഹലോ ഗേസ്, ഈ സ്പോർട്ട് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്റർനാഷണൽ ലെവലിൽ ഇത് വീണ്ടും ഇന്ത്യൻ ടീമുകൾ വൻ പരാജയമായിക്കൊണ്ടിരിക്കുകയാണ്. പോക്കിമോൻ യൂണിറ്റ് ഏഷ്യ ചാമ്പ്യൻസ് ലീഗ് 2025 ഫൈനൽസ് ജപ്പാനിൽ വെച്ച് നടക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ നിന്നും RNTXും ഗോളിലേക്കും ആയിരുന്നു അതിൽ ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഗ്രൂപ്പ് സ്റ്റേജുകൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. RNTXിന്റെ മാച്ച് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് മാച്ച് ഒരു ഗംഭീര വിജയത്തോട് കൂടിയിട്ട് RNTX തുടങ്ങി. പക്ഷെ പിന്നീടുള്ള രണ്ട് മാച്ചുകൾക്കും അവർക്ക് തോൽവിയാണ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഗോളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ക്വാളിഫയേഴ്സിൽ പ്ലേ ഓഫ്സിൽ ഒരു തോൽവി പോലും ഇല്ലാതെ ജയിച്ച് ചാമ്പ്യന്മാരായതാണ്. പക്ഷേ ഇവിടെ ഒരു വിൻ പോലും ചെയ്യാനായിട്ട് ടീമിന് സാധിച്ചില്ല. 3 മാച്ചുകളും ഗോളിലേക്ക് തോൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ RNTXും ഗോളിലേക്കും ഈ ഒരു ഏഷ്യ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇനി ഇന്ത്യൻ ടീമുകൾ ഈ ഒരു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇല്ല. എന്തായാലും വൻ തിരിച്ചടിയാണ് ഇന്റർനാഷണൽ ലെവലിൽ ഇന്ത്യൻ ടീമുകൾക്ക്. ഏത് ഗെയിമാണെങ്കിലും അവിടെ ഇന്ത്യൻ ടീമുകൾക്ക് വലിയ രീതിയിലുള്ളൊരു പെർഫോമൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എൻ്റെ അടുത്തൊരു ഇൻഫോ നമ്മളെ BGIS 2025 2 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നതിൻ്റെ സെമി ഫൈനൽസ് 1ന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് മാച്ചുകളായിരുന്നു നമുക്ക് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് മാച്ച് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഒറാങ്കുട്ടാൻ്റെ ഒക്കെ ഒരു അടിപൊളി ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. തുടക്കത്തിൽ കൂടുതൽ ഫൈറ്റുകളൊന്നും എടുക്കാതെ ലാസ്റ്റ് ആ ഒരു ഫിനിഷസുകൾ വാരിക്കൂട്ടിക്കൊണ്ട് 14 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനാണ് ടീം സ്വന്തമാക്കിയത്. AKOP ബാക്ക് ടു ഫോം എന്ന് പറയുന്ന സോളോ 9 ഫിനിഷസ് സ്വന്തമാക്കി. ഗോളിലേക്ക് ടോട്ടൽ 9 പോയിന്റ് സ്വന്തമാക്കിയാൽ മാച്ച് 2 മിറാമറിൽ FSന്റെ വക നമുക്ക് ആ ഒരു ചിക്കണിനെ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് റെക്കനിങ് സ്പോർട്സിനെയും മൊറാങ്കുട്ടാനെയൊക്കെ തീർത്തുകൊണ്ട് 15 ഫിനിഷസോട് കൂടിയുള്ള ചിക്കണിനാണ് FSC സ്പോർട്സ് അവിടെ സ്വന്തമാക്കിയത്. OG വീണ്ടും ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് 9 പോയിന്റ് അവിടെ സ്വന്തമാക്കി. നമ്മളെ മേക്ക് കളിക്കുന്ന ജെനിസിസ് സ്പോർട്സിന് വെറും 2 പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. ആൻഡ് മാച്ച് 3ൽ H4Kയുടെ ആ ഒരു ചിക്കണിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. H4K ടീം ADSും ആയിട്ടാണ് ഇപ്പോൾ കൊളാബ് ചെയ്തിട്ടുള്ളത്. ADS നമുക്കറിയാം ഗോളിലേക്കിൻ്റെ ഒരു മാനേജറാണ്. ആ ഒരു മാനേജറാണ് ഈ ഒരു ടീമിന് ഇനി, അല്ലെങ്കിൽ ഈ ഒരു ടീമിന് മാനേജറുടെ പേരിലായിരിക്കും ഈ ഒരു ടീമിന് അറിയപ്പെടാനായിട്ട് പോകുന്നത്. ഓണർ ഹെഡീസ് ആണ്. 6 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് സ്വന്തമാക്കിയത്. SOA ഇവിടെ നല്ലൊരു അഗ്രസീവ് പെർഫോമൻസ് കാഴ്ചവെച്ചു. 17 പോയിന്റും സ്വന്തമാക്കി. ആൻഡ് ജെനിസിസ് സ്പോർട്സിന് ഇവിടെയും വെറും 1 പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. ആൻഡ് മാച്ച് 4ൽ ബോട്ട് ആർമി, വൺ ഓഫ് ദി റൈസിംഗ് സ്റ്റാർ ടീം, വീണ്ടും ആ ഒരു ചിക്കൻ ഇന്നർ ലെവൽ പെർഫോമൻസ് കാഴ്ചവെച്ചു. 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് ഈ ഒരു മാച്ച് 4ൽ ബോട്ട് ആർമി സ്വന്തമാക്കിയത്. ജെനിസിസ് ഇവിടെയും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് 2 മാച്ചിൽ ആ ലെവലിലുള്ള പെർഫോമൻസ് ഇല്ലെങ്കിലും മൂന്നാമത്തെ മാച്ചിലെ ടീം 9 ഫിനിഷസോട് കൂടി 12 പോയിന്റ് സ്വന്തമാക്കി. ആൻഡ് മാച്ച് 5ൽ 8-ബിറ്റിൻ്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് ഗോളിലേക്കിനെ തീർത്തുകൊണ്ട് 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിലാണ് 8-ബിറ്റ് അവിടെ സ്വന്തമാക്കിയത്. ഗോളിലേക്കൂടെ 12 പോയിന്റ് സ്വന്തമാക്കി. നമ്മുടെ മല്ലൂർഗായുള്ള നോണെക്സ് 2 ഫിനിഷ് പോയിന്റുകൾക്ക് 2 പോയിന്റും സ്വന്തമാക്കിയ ലാസ്റ്റ് മാച്ചിൽ മെഡലിൻ്റെ വക നമുക്ക് ആ ഒരു കംബാക്ക് ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനാണ് മെഡൽ സ്പോർട്സ് ആ ഒരു ലാസ്റ്റ് മാച്ചിൽ സ്വന്തമാക്കിയത്. നോണെക്സിന് ഇവിടെ 7 പോയിന്റ് സ്വന്തമാക്കിയത്. ഇങ്ങനെ സെമി ഫൈനൽസിന്റെ ഡേ 1 അവസാനിച്ചപ്പോൾ ഒറാങ്കുട്ടാൻ തന്നെ ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. ഒരു ചിക്കനിനോടുകൂടി 38 പോയിന്റ് ആയിട്ടാണ് റേഷ് 1 പൊസിഷനിൽ ഒറാങ്കുട്ടാൻ നിൽക്കുന്നത്. സെക്കൻഡ് 8-ബിറ്റ് നിൽക്കുന്നുണ്ട് ഒരു ചിക്കനിനോടുകൂടി 31 പോയിന്റും. തേർഡ് ബോട്ട് ആർമി നിൽക്കുന്നുണ്ട് 28 പോയിന്റുമായിട്ട്. 5ാം സ്ഥാനത്താണ് ഗോളിലേക്ക് നിൽക്കുന്നത് 28 പോയിന്റായിട്ട്. 10ാം സ്ഥാനത്ത് നമ്മളെ മേക്കിന്റെ ജെനിസിസ് സ്പോർട്സ് നിൽക്കുന്നുണ്ട് 22 പോയിന്റുമായിട്ട്. ഇതിൽ നിന്ന് ടോപ്പ് 8 ടീമുകളാണ് ഡയറക്റ്റ് ഗ്രാൻഡ് ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ബാക്കിയുള്ള 24 ടീമുകൾ പുറത്താവുന്നില്ല. അവർക്ക് വീണ്ടും സെക്കൻഡ് ചാൻസ് എന്നുള്ള രീതിയിൽ സെമി ഫൈനൽസ് 2 കളിക്കാനുള്ള അവസരം കിട്ടും. അവിടെ നിന്നാണ് ബാക്കിയുള്ള 8 ടീമുകൾ ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. നമ്മളെ ലിഖിത സ്പോർട്സ് 20ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 13 പോയിന്റുമായിട്ട്. നമ്മളെ NRI റൈവറിലായിട്ട് കൊളാബ് വന്ന 23ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 11 പോയിന്റുമായിട്ട്. ആൻഡ് 26ാം സ്ഥാനത്ത് നോണെക്സ് നിൽക്കുന്നുണ്ട് 9 പോയിന്റുമായിട്ട്. ആൻഡ് 30ാം സ്ഥാനത്താണ് സോള് നിൽക്കുന്നത് വെറും 6 പോയിന്റുമായിട്ട്. ബാക്കിയുള്ള ടീമുകൾ 4ഉം 3ഉം മാച്ചുകൾ കളിച്ചിട്ടുണ്ട്. സോള് 2 മാച്ചേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ സ്റ്റിൽ വെറും 6 പോയിന്റ് എടുത്തിട്ടുള്ളൂ. ക്വാർട്ടർ ഫൈനൽസിലും വൈൽഡ് കാർഡിലും തുടക്കം പോലെ ആവുമോ സെമി ഫൈനൽസിലും സോളിൻ്റെ അവസ്ഥ? സോള് ക്വാളിഫൈ ആവുമോ ഇല്ലേ? എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. സോളിൻ്റെ ആ ഒരു പഴയ ഒരു ഡോമിനേഷൻ എന്നും തിരിച്ചെത്തട്ടെ, അല്ലെങ്കിൽ ആ പഴയ ഒരു ഡോമിനേഷൻ ഇനിയും കാണാനായിട്ട് സാധിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മാച്ചുകളായിരിക്കും ഇനി സെമി ഫൈനൽസിൽ നടക്കാനിരിക്കുന്ന മാച്ചുകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. നിങ്ങൾ എപ്പോഴും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യുന്നവരെ ബൈ ഗൈസ്.